ജ്യോതിഷം സത്യമാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഏത് ശാസ്ത്രമായാലും അത് കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ മിടുക്കനുസരിച്ചിട്ട് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് അത് ബോധ്യമാവുകയുള്ളൂ. ഈ കോവിഡ് വന്നത്. പക്ഷെ അതാരും നേരത്തെ സംസാരിക്കാൻ കണ്ടെത്താനോ ഒന്നും നിന്നില്ല. പക്ഷെ പഞ്ചാംഗങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു പകർച്ചവ്യാധി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഭൂമിയുടെ 1/3 ഭാഗം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ജ്യോതിഷഭൂഷണം എന്നൊരു പഞ്ചാംഗത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ധാരാളം ജ്യോതിഷ പ്രവചനങ്ങൾ വരാറുണ്ട്. പലതും അത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. മനുഷ്യർക്ക് എപ്പോഴും നമുക്ക് എന്തെങ്കിലും ദോഷം വരും എന്നുള്ള ഒരു വാക്ക് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. അതിൽ കിട്ടുന്ന ഈ കാർഡ് റീഡിങ്ങിന് ഒരു കാർഡ് എടുക്കുമ്പോൾ അതിൽ ഒരു പടം വരും. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ ഫലം ഇത് ചീട്ടെടുക്കുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങളാണ്. അത് ജ്യോതിഷമാണെന്ന് പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് അത് അനുഭവത്തിൽ വരില്ല. അപ്പോൾ അനുഭവത്തിൽ വരാത്ത ആളുകൾ പറയും ജ്യോതിഷം തെറ്റാണെന്ന് പറയും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷിയും സാഹിത്യകാരനുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ കുണ്ടയത്താണുള്ളത്. സർ, നമസ്കാരം. നമസ്കാരം. അങ്ങ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. സത്യത്തിൽ ജ്യോതിഷം സത്യമാണോ അതോ ഒരു മിത്താണോ? അത് ഒരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. ജ്യോതിഷം സത്യമാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഏകദേശം നമ്മുടെ ഈ സമൂഹത്തിൽ 90% ആളുകളും തങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും, ഭാവിയെപ്പറ്റിയുള്ള ഉത്കണ്ഠയായിരിക്കും കൂടുതൽ. കഴിഞ്ഞ കാലത്തെ പറ്റി ചിന്തിക്കില്ല. ഭാവി കുറിച്ചുള്ള ഉത്കണ്ഠ ഉള്ള ആളുകളാണ്. ജ്യോതിഷത്തിന് ഈ അസ്ട്രോണമി ആയിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങളെ പറ്റിയുള്ള പഠനം എന്ന അർത്ഥത്തിൽ മാത്രമാണ്. കാരണം അത് ശാസ്ത്രീയമായിട്ടുള്ള ഇതിൻ്റെ കാൽക്കുലേഷൻ ഭാഗമൊക്കെ വളരെ ശാസ്ത്രീയമാണ് ജ്യോതിഷത്തിൻ്റെ. അതിൻ്റെ ഗ്രഹങ്ങളുടെ സ്ഥാനം നിശ്ചയിക്കുന്നത്, അതായത് നമ്മൾ ഈ വേലിയേറ്റം, വേലിയിറക്കം വരുന്നത്, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, അതൊക്കെ ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രീയമായ അവയെല്ലാം തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടിട്ട് ഫലഭാഗം ഇതുണ്ട്. ഇതൊക്കെ എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു, അതായത് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങളുടെ സഞ്ചാരം നമ്മുടെ ഭൂമിയുടെ ഓരോ ഭാഗത്ത് വരുമ്പോഴത്തേക്ക്, ഓരോ കോണിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെയൊക്കെ നല്ല രീതിയിൽ വിശകലനം ചെയ്ത് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളുകൾക്കാണെങ്കിൽ ജ്യോതിഷം സത്യമാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഈ ആധുനിക കാലത്ത് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഏത് ശാസ്ത്രമായാലും അത് കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ മിടുക്കനുസരിച്ചിട്ട് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് അത് ബോധ്യമാവുകയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ജ്യോതിഷത്തിന് തന്നെ ജ്യോതിഷം എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് വായി തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ മനസ്സിന് മാറ്റി നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതായത് ജ്യോതിഷം പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് കച്ചവടമായി മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ജ്യോതിഷത്തിന് ശക്തമായൊരു അടിത്തറയുണ്ട്. ഈ പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് ജ്യോതിഷത്തിന്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഈ കാൽക്കുലേഷനൊക്കെ തന്നെയാണ് ഇപ്പോഴും ഗ്രഹങ്ങളുടെ സ്ഥാനം നിശ്ചയിക്കാനും, അതുപോലെ തന്നെ ഈ ഗ്രഹത്തിൻ്റെ സഞ്ചാരം, ഈ ചില ഗ്രഹങ്ങൾ അതിചാരത്തിൽ പോകുന്ന പറയും. അങ്ങനെ പെട്ടെന്ന് സഞ്ചരിക്കും അതിചാരം. ഇപ്പം ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ തന്നെ നമ്മുടെ വ്യാഴഗ്രഹം അതിചാരത്തിൽ പോവുകയാണ്. അതിചാരത്തിൽ കഴിഞ്ഞാൽ സാധാരണ വ്യാഴം ഒരു രാശിയിൽ 11 മാസം നിൽക്കും. പക്ഷെ അത്ര എടുക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ 3-ാം തീയതിയിട്ടാണ് മിഥുന രാശിയിൽ നിന്ന് വ്യാഴം കർക്കിടക രാശിയിലിട്ട് വന്നത്. പക്ഷേ ഈ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് 11 മാസം ആവില്ല. അതായത് ഇപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 5 മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചിങ്ങൻ രാശിയിലിട്ട് വരികയാണ്. ഇതിൻ്റെ അതിചാരം എന്ന് പറയും. അപ്പം ഇതൊക്കെ നമുക്ക് കാൽക്കുലേഷനെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ സത്യമാണ്. പിന്നെ ഇത് ജ്യോതിഷത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കുന്നത് രാശികളാണ്. 12 രാശികളുണ്ട്, 27 നക്ഷത്രങ്ങളുണ്ട്. പിന്നെ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ജ്യോതിഷത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ജ്യോതിഷം സത്യമാണ് എന്നുള്ളതിന് വേറൊരു കാരണമുണ്ട്. നമ്മൾ 2019 നമ്മൾ ഈ കോവിഡ് വന്നല്ലോ. കോവിഡ് വന്നപ്പോഴത്തേക്ക് ആ 2019 ആ പഞ്ചാംഗങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും പഞ്ചാംഗം. ഈ വർഷത്തെ വസുന്ധരാ യോഗം എന്നുള്ള യോഗമുള്ള സമയമാണ്. ഭൂമിയിൽ പ്രതിക്ഷോഭങ്ങളും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും ധാരാളമായി ഉണ്ടായിട്ട് ശരിക്കും ആളുകൾക്ക് ജീവഹാനി ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പഞ്ചാംഗത്തിൽ വെച്ചിരുന്നു 2019. ആ സമയത്താണ് നമുക്ക് ഈ കോവിഡ് വന്നത്. പക്ഷെ അതാരും നേരത്തെ സംസാരിക്കാൻ കണ്ടെത്താനോ ഒന്നും നിന്നില്ല. പക്ഷെ പഞ്ചാംഗങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു പകർച്ചവ്യാധി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഭൂമിയുടെ 1/3 ഭാഗം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ജ്യോതിഷഭൂഷണം എന്നൊരു പഞ്ചാംഗത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ സുനാമി വന്ന സമയത്ത്, അതും ഒരു വസുന്ധരാ യോഗമുള്ള കാലമാണ്. വസുന്ധരാ യോഗം എന്ന് പറഞ്ഞാൽ വ്യാഴവും ശനിയും ചൊവ്വയും പരസ്പരം കേന്ദ്രരാശിയിൽ വരുന്നതാണ് വസുന്ധരാ യോഗം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു യോഗം വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ പ്രതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അതൊക്കെ ഉണ്ടാകുന്ന സാധാരണമാണ്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശാസ്ത്രീയ വിശകലനം ചെയ്യുമ്പോൾ ജ്യോതിഷം സത്യമാണ്. പക്ഷെ നമ്മളെ ഭാവിയെപ്പറ്റി ചില ആളുകൾ പറയും, ജാതകം കൊണ്ടുവന്ന് നോക്കിയിട്ട് ജനിച്ച സമയം അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ ജാതകം കണക്കാക്കുന്നത്. ഒരാളിപ്പോൾ ജനിച്ച സമയം, ഇപ്പം എല്ലാ മാസം മിഥുന മാസം 1-ാം തീയതി
രാവിലെ ഒരു സൂര്യോദയം കഴിഞ്ഞ് 6:17 7:17 ഒരാൾ ജനിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ രാശി സമയം എന്ന് പറയുമ്പോൾ മിഥുന ലഗ്നമാണ്, മിഥുനൻ രാശിയാണ്. അപ്പോൾ ആ രാശിയിൽ വെച്ചിട്ട് ഒന്നായിട്ട് കണക്കാക്കി അതിന് വേറെ കർക്കിടകൻ 2, അതുപോലെ ചിങ്ങം 3, ഇങ്ങനെ ഓരോ ഭാവങ്ങളായിട്ട് കണക്കാക്കും. കണക്കാക്കിയിട്ട് അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും ആ ഭാവങ്ങളുടെ പ്രത്യേകത അനുസരിച്ചിട്ട് ഇത് എങ്ങനെ ഈ ജനിച്ച കുഞ്ഞിനെ സ്വാധീനിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് റീഡ് ചെയ്യാനുള്ള സാമർഥ്യം ഈ പറയുന്ന ജ്യോത്സ്യന് ഉണ്ടായിരിക്കണം. അതിന് ഈ ചിട്ടായിട്ടുള്ള പഠനം ആവശ്യമാണ്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ധാരാളം ജ്യോതിഷ പ്രവചനങ്ങൾ വരാറുണ്ട്. പലതും അത് പിന്നെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. അത് വ്യൂവേഴ്സിനെ കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. മനുഷ്യർക്ക് എപ്പോഴും നമുക്ക് എന്തെങ്കിലും ദോഷം വരും എന്നുള്ള ഒരു വാക്ക് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. എപ്പോഴും നല്ലത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജിജ്ഞാസ മനുഷ്യർക്കുണ്ട്. പക്ഷെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയും. ഇപ്പോൾ തന്നെ വ്യാഴം കർക്കിടക രാശി വന്നിരിക്കുന്നുണ്ട്. കർക്കിടക രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഉച്ചരാശി നിൽക്കുന്നത് വ്യാഴം ബലവാനാണ്, അത് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ അത് എല്ലാവർക്കും ഗുണം ചെയ്യില്ല. വ്യാഴം 6, 8, 12 ഭാവങ്ങളായിട്ട് വരുന്ന ആളുകൾക്ക് അത് ദോഷം വരും. അതുപോലെ തന്നെ ഈ ചാരവശാലുള്ള ഫലം വേദത്തിലുള്ള ദശയൊക്കെ നടക്കുകയാണെങ്കിൽ അതനുസരിച്ച് ദോഷം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും കണക്കിലെടുക്കാതെ വ്യാഴം ഉച്ചരാശിയിൽ വന്നതുകൊണ്ട് ഇത് എല്ലാവർക്കും നല്ല കാര്യമാണെന്ന് പറയും. അപ്പോൾ ചില ആളുകൾക്ക് അത് അനുഭവത്തിൽ വരും. അതായത് ശരിക്കും അനുഭവത്തിൽ ആളുകൾക്ക് അത് അനുഭവത്തിൽ വരും, ചില ആളുകൾക്ക് അത് അനുഭവത്തിൽ വരില്ല. അപ്പം അനുഭവത്തിൽ വരാത്ത ആളുകൾ പറയും ജ്യോതിഷം തെറ്റാണെന്ന് പറയും. അതെ, അതുപോലെ ജ്യോതിഷത്തിൽ പല വിഭാഗങ്ങളുണ്ട്. ഇപ്പം താന്ത്രിക് ജ്യോതിഷം, വേദിക് ജ്യോതിഷം, അതുപോലെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിച്ചിട്ടുള്ള കാൽക്കുലേഷൻസ്, കാർഡ് റീഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഇതൊക്കെ തമ്മിൽ വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണോ? ജ്യോതിഷം അടിസ്ഥാനമായിട്ട് ജ്യോതിഷം എല്ലാം ഒറ്റ ജ്യോതിഷമാണ്. എല്ലാത്തിനും നമ്മൾ ഈ ഗ്രഹങ്ങളും ഈ കാർഡ് റീഡിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. അത് ചില സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ബന്ധപ്പെടുത്താം. ഈ നമ്മൾ ഈ രാശി ചക്രങ്ങളെ ഒരു 12 രാശി വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് പോലെ അതിൽ കിട്ടുന്ന ഈ കാർഡ് റീഡിങ്ങിൽ ഒരു കാർഡ് എടുക്കുമ്പോൾ അതിൽ ഒരു പടം വരും. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ ഫലം ഇത് ചീട്ടെടുക്കുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങളാണ്. അത് ജ്യോതിഷമാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉപയോഗിച്ചിട്ട് അത് നമ്മൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ താന്ത്രിക് ജ്യോതിഷവും വേദിക് ജ്യോതിഷവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമില്ല. അല്ല, ജ്യോതിഷം അടിസ്ഥാനം എല്ലാം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പലതും പല രൂപത്തിൽ ഉപയോഗിക്കും. നമുക്കിപ്പോൾ ഒരു പാല് കൊണ്ട് നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം. അത് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് നമുക്ക് എന്തുവേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെയാണ് ജ്യോതിഷം എപ്പോഴും പിന്നെ ഇതാണ് നമ്മളെന്താണ് എല്ലാം ഒരു അടിസ്ഥാനത്തിൽ ഒരു കാര്യം തന്നെ. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ കണ്ണാണ്, വേദാംഗമാണ് ജ്യോതിഷം. വേദിക് ജ്യോതിഷം എന്ന് പറഞ്ഞാലും താന്ത്രിക് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എല്ലാം അടിസ്ഥാനപരമായിട്ട് ഒന്ന് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകതകളും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഈ ജ്യോതിഷത്തിന്റെ ഒരു ഉത്ഭവം നമ്മുടെ ഭാരതത്തിൽ തന്നെയാണോ? ഭാരതത്തിൽ തന്നെയാണെന്നാണ് അതെ അതെ. യവനന്മാരുടെ കാര്യത്തിൽ ജ്യോതിഷന്മാരുണ്ട്. യവനന്മാർക്ക് ഒരു ജ്യോതിഷമുണ്ട്. യവനന്മാർ ഗ്രീക്കിലുള്ള ആളുകൾക്ക്, എല്ലാ രാജ്യക്കാർക്കും ഉണ്ട്. നമ്മൾ ഈ ബൈബിളിലെ ജ്യോതിഷത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ഈജിപ്തിലെ പിന്നെ ഫറവോ രാജാവിന്റെ സ്വപ്നത്തിനെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ അത് ക്രൈസ്റ്റ് ജനിച്ചപ്പോൾ തന്നെ ഒരു നക്ഷത്രമാണല്ലോ. അതെ അതെ, ജ്യോതിഷം ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഈ ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനത്തിലും ഒരു ജീസസ് ക്രൈസ്റ്റിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് കിഴക്ക് നിന്ന് വന്ന 3 പണ്ഡിതന്മാരാണ്. അത് ഒരു ജ്യോതിഷത്തിന്റെ ഇതാണ്. പിന്നെ ക്രിസ്തുമതത്തിൽ ഒരുപാട് പിന്നെ സ്വപ്ന വിശദീകരണം രാജാക്കന്മാരെ സ്വപ്നം കാണുന്നു, അതിനെ വിശദീകരിച്ചു കൊടുത്ത് ഫലം പറയുന്നു. അതൊക്കെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ പലതരത്തിലും ജ്യോതിഷമൊക്കെ ഉണ്ട്. നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ അതിന് പണ്ട് കാലത്ത് ഒരുപാട് ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ കണ്ടുപിടിച്ചത് ഇന്നത്തെ പോലത്തെ ഒരു സയന്റിഫിക് സിസ്റ്റം ഇല്ലാത്ത കാലത്താണ് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ അവർ കൃത്യമായിട്ട് കണ്ടുപിടിച്ചത്. അവർ ഈ നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് പ്ലൂട്ടോയും ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും അവർക്ക് അറിയാൻ പറ്റുന്ന ഒരു 9 തരം ഗ്രഹങ്ങളുണ്ട്. ജ്യോതിഷത്തിൽ പറയുന്നത് എല്ലാം ഗ്രഹങ്ങളൊന്നുമല്ല. ഗ്രഹങ്ങളൊന്നുമില്ലെന്ന് വെച്ചാൽ ഗുളിയൻ പറയുന്നുണ്ട്, ഗുളിയൻ ഗ്രഹമൊന്നുമല്ല. പിന്നെ രാഹു കേതു അതും ഗ്രഹമല്ല, അത് ഒരു പോയിന്റാണത്. ബാക്കി സപ്തഗ്രഹങ്ങളുണ്ട്. സൂര്യൻ ചന്ദ്രൻ നമ്മൾ ഉപഗ്രഹമാണ് എങ്കിൽ അതിനെ ഗ്രഹമായിട്ട് കൂട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ വെറും നഗ്നനേത്രങ്ങൾ കൊണ്ടുള്ള നിരീക്ഷണങ്ങൾ കൊണ്ടാണ് അവർ കണ്ടുപിടിച്ചത്. ആ രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള ജ്യോതിഷം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ്. പിന്നെ ചൈനയിലും ഉണ്ട് ജ്യോതിഷം. അതെ, ഫെങ്ഷുയി എന്നൊക്കെ പറഞ്ഞിട്ട് വാസ്തുവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലായിടത്തും ഉണ്ട്. അവരുടെ ചൈനയിലെ ഓരോ വർഷവും പിന്നെ വർഷത്തിന് ഒരു പ്രത്യേക ജീവിയുടെ പേരെ കൊടുത്തിട്ടാണ്. ഈ വർഷം എന്താ എലി എന്തോ ആണ്. അതെ, അത് ഭാഗ്യം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിശ്വാസങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ സൗത്ത് ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ ജ്യോതിഷ പ്രാധാന്യം. ഇങ്ങനെ ഈ ഫലം പറയുക,
അതൊരു പ്രത്യേക ഒരു വിഭാഗമായിട്ട് വികസിച്ച് വന്നത് നമ്മുടെ സൗത്ത് ഏഷ്യയിലാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് കേരളത്തിലാണ്. വരാഹമിഹിരൻ മലയാളിയാണ്. മലയാളിയാണ്. ഓക്കെ ഓക്കെ.